നിയമങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്, എന്നിട്ടും ഭക്ഷ്യദുരന്തങ്ങൾ ആവർത്തിക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു വിദഗ്ധ ഉപദേശത്തിന് വേണ്ടി നമ്മുടെ ഒപ്പം ഷെഫ് സുരേഷ് പിള്ളയുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. ഷെഫ് സുരേഷ് പിള്ളയെ സ്വാഗതം. താങ്കളുടെ അടുത്ത് സ്വാഭാവികമായിട്ടും ഈ ഭക്ഷ്യദുരന്തത്തെക്കുറിച്ചും ഇതിനെക്കുറിച്ച് ഷവർമ്മ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ എൻക്വയറി വരാറുണ്ടല്ലോ. അതിന് നമുക്ക് എന്താണ് ഒരു പരിഹാരമുള്ളത്? ഒരു ഭക്ഷണം കഴിച്ചിട്ട് മരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും സങ്കടകരമായ കാരണമാണ്. അപ്പം ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷ്യവിഷബാധയേറ്റ് മരിക്കുക എന്ന് പറയുന്നതിന് അതൊരു നെഗ്ലിജൻസ് അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു മരണം കൂടുള്ള ഒരാളുടെ എല്ലാവരെയും നമ്മുടെ സമൂഹം മൊത്തത്തിൽ ഏറ്റവും ദുഃഖത്തിലാണ്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റാവുന്ന കാര്യങ്ങളായിരുന്നു. ഓരോ ഇൻസിഡൻറ്റ് വരുമ്പോൾ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നു, പിന്നീട് അത് കുറച്ച് നാൾ കഴിയുമ്പോൾ മറക്കുന്നു, വീണ്ടും ഒരു ഇൻസിഡൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിൽ ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. നമ്മളെല്ലാ ദിവസവും ആഹാരം കഴിക്കുന്നു. പണ്ട് സമയത്തേക്കാളധികം പലതരം കെമിക്കൽ അല്ലെങ്കിൽ ഇതൊക്കെ ശരീരത്തൊക്കെ വന്ന് ചേരുന്ന കാര്യങ്ങളൊക്കെ അറിയാം, എത്രയൊക്കെ കൺട്രോൾ ചെയ്താൽ പോലും. അപ്പോൾ അതിനൊക്കെ ഒരു നല്ല നിയമങ്ങളുണ്ട്. അതെല്ലാം പാലിക്കപ്പെടാൻ ഉള്ള സംവിധാനങ്ങൾ കാലക്രമേണയെങ്കിലും കേരളത്തിലുണ്ടായാൽ ഇങ്ങനെയൊക്കെയുള്ള അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റും. കേരളത്തിലെ ഭക്ഷണ രീതി വെച്ചിട്ട് ഇത്രയും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുന്ന നമ്മുടെ ഒരു കുക്കിംഗ് മെത്തേഡാണ്. വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളായിക്കോട്ടെ എല്ലാം വേവിച്ച് അല്ലെങ്കിൽ കൂടുതൽ വെസ്റ്റേൺ കൺട്രിയിലൊക്കെ പറയും നമ്മളത് ഓവർ കുക്ക് ചെയ്ത് കഴിക്കുകയാണ്, അതായത് അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടുന്നു. പക്ഷേ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടാൽ പോലും ഈ അണുബാധ ഏൽക്കാതെ, കാരണം കറികളാണ് നമ്മളുടെ പ്രധാനം അല്ലേ, ചോറും കറികളും കൂടുതൽ നേരം വെന്ത ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. അതുകൊണ്ട് ഭക്ഷ്യവിഷബാധ ഏൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ ഇങ്ങനെ കൂടുതൽ വേവാത്ത ഭക്ഷണങ്ങൾ, അതിനകത്ത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മീറ്റോ അല്ലെങ്കിൽ പച്ചക്കറികളോ അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ ആയാൽ പോലും ഒരു ഇമ്മ്യൂണിറ്റി കുറഞ്ഞ അല്ലെങ്കിൽ പ്രതിരോധശേഷി കുറഞ്ഞ ആർക്കായാലും വളരെ പെട്ടെന്ന് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭക്ഷ്യസുരക്ഷയുടെ ഒരു കാര്യത്തിൽ കേരളത്തിൽ നമ്മൾ എല്ലാവരും വേണ്ടത് ഇതിൻ്റെ ഒരു തുടക്കം, എല്ലാവരും ഒരു റൂട്ട് കോസിലോട്ട് പോകുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? അത് ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുടെ ഒരു അറിവുണ്ടാവണം. ഈ സാധനങ്ങളുടെ സപ്ലൈ ചെയിൻ കറക്റ്റായിരിക്കണം. അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും, അത് ചെറിയൊരു കടയിലായിക്കോട്ടെ അല്ലെങ്കിൽ വലിയ ഹോട്ടലിലായിക്കോട്ടെ, ഭക്ഷണം ആരൊക്കെ ഉണ്ടാക്കില്ല, അങ്ങനെയാണ് ലോകത്തെയൊക്കെ എല്ലാ നിയമങ്ങളും. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ഒരു പരിജ്ഞാനം ഉണ്ടാകുക എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഇനി സംഭവിക്കില്ല. അല്ലെങ്കിൽ നാളെ മുതൽ ഇത് ഷവർമ്മ കടകളെല്ലാം അടച്ചുപൂട്ടുക എന്നതോ അല്ലെങ്കിൽ തട്ടുകട സുരക്ഷിതമല്ലാതെ അടച്ചുപൂട്ടുക എന്നല്ല. അതൊരു ബോധവൽക്കരണത്തിൽ കൂടി പഞ്ചായത്ത് തലത്തിൽ മുതൽ ആളുകൾക്ക് ഈ ഒരു ഭക്ഷണം, ഒരു ഹോം ബേക്കർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വലിയൊരു കാറ്ററർ ആയിക്കോട്ടെ, ഒരു റെസ്റ്റോറൻ്റ് ആയിക്കോട്ടെ, തട്ടുകട ആയിക്കോട്ടെ, ഇതിലൊക്കെ ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് ഒരു പ്രധാനപ്പെട്ട ആൾക്കെങ്കിലും ഇതിൻ്റെ നോളജ് ഉണ്ടാവുകയും അവരെ കൂടെയുള്ള പുതിയ എടുക്കുന്ന എംപ്ലോയീസിന് ഈ ഒരു ഫുഡ് ഹാൻഡ്ലർ എന്ന മിനിമമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുകയും ചെയ്യുക എന്നൊക്കെയുള്ള ആദ്യ പാഠങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് സർക്കാർ തലത്തിലുള്ള നിയമങ്ങൾ മാറ്റപ്പെടണം. അതുപോലെ ഇവിടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ഭക്ഷണം വിതരണം ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളിലും ഇങ്ങനെ ഒരു സംഭവം തുടക്കം മുതലുണ്ടായാൽ ഇത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി വരുത്താൻ പറ്റും. നമുക്ക് എങ്ങനെ ഒരു നല്ല ഷവർമ്മ കട കണ്ടാൽ ഐഡൻറ്റിഫൈ ചെയ്യുക, അങ്ങനെയുള്ളൊരു ടിപ്സ് വല്ലതും ഉണ്ടോ? എല്ലാ സാധാരണക്കാർക്കും ഒരുപക്ഷെ ഇത് മനസ്സിലാക്കണമെന്നില്ല. ഓരോ മനുഷ്യരും വിചാരിക്കുന്ന ഒരു കടയിൽ ചെന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഭക്ഷണം സുരക്ഷിതമാണ്, ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് വരിക. പക്ഷേ ഇത് നമുക്കറിയാം, ഈ ഷവർമ്മ എന്ന് പറയുന്നതൊക്കെ ഇറാനിൽ നിന്ന് വന്നു മിഡിൽ ഈസ്റ്റിലെത്തുന്നു. ഒരുപാട് മലയാളികൾ ഇത് കഴിച്ചും അല്ലെങ്കിൽ വിദേശ നാടുകളിലൊക്കെ വിസിറ്റ് ചെയ്തവരൊക്കെ ഇത് കഴിച്ച് പോപ്പുലർ ആയതുകൊണ്ടാണ് ഇത് കേരളത്തിൽ വരികയും ഇത്രമാത്രം പ്രചാരം കിട്ടിയത്. പക്ഷേ ഈ മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ നമ്മൾ ഗൾഫ് നാടുകളിലൊക്കെ ഈ ഷവർമ്മ എങ്ങനെ ഉണ്ടാകുന്നു, എങ്ങനെ ആ കടയിൽ വരുന്നു? കാരണം ഈ മീറ്റ് തന്നെ ഒരുപക്ഷെ എവിടെ നിന്ന് എത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഗൾഫ് നാടുകളിലൊക്കെ ഒരുപക്ഷെ ഇത് ഇമ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ക്വാളിറ്റി അവിടെ തന്നെ ചെക്ക് ചെയ്യപ്പെട്ടിട്ടായിരിക്കും ഇത് വിതരണക്കാരിലെത്തുന്നു. പിന്നീട് ഇത് ഈ കട്ട് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഈ ബുച്ചറി എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും വളരെ ഹൈജീനായിട്ട് അതിൻ്റെ തുടക്കം അവിടെയാണല്ലോ. അപ്പോൾ ഈ ചിക്കൻ കട്ട് ചെയ്യുന്നൊരു സ്ഥലത്തെ ഫ്രിഡ്ജ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൾഡ് സ്റ്റോറേജ്, അതിൻ്റെ ഒരു ടെമ്പറേച്ചർ മെയിൻ്റനൻസ്. അപ്പോൾ എല്ലാ വലിയ ഹോട്ടലുകളിലും ഒരു അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ഈ ടെമ്പറേച്ചർ റെക്കോർഡ് നമ്മൾ സൂക്ഷിക്കണം. ഏറ്റവും കുറഞ്ഞത് ചുരുങ്ങിയത് 3 മാസമെങ്കിലും. അപ്പോൾ രാവിലെ വന്ന് ഇപ്പം ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ, എത്ര ഫ്രിഡ്ജ് അവിടെ ആ ഒരു സ്ഥാപനത്തിലുണ്ട്, അതിൻ്റെ ഒരു ടെമ്പറേച്ചർ എടുക്കുക, അത് ഉച്ചയ്ക്ക് എടുക്കുക, രാത്രിയിൽ എടുക്കുക, അതിൻ്റെ വ്യതിയാനങ്ങൾ നോക്കുക. ഏതെങ്കിലും സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന ടെമ്പറേച്ചർ അല്ലെങ്കിൽ എന്ത് കറക്റ്റീവ് ആക്ഷനാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് ഡീപ് ഫ്രീസർ, ഈ നമുക്കറിയാം ഒരു ഫ്രീസറിൽ സൂക്ഷിക്കുന്ന ഫ്രോസണായിട്ടുള്ള പ്രൊഡക്റ്റ് സൂക്ഷിക്കുന്ന -18 മുകളിലേക്കാണ്. അപ്പോൾ അത് ആ ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് കറക്റ്റീവ് ആക്ഷനാണ്, അല്ലെങ്കിൽ ആ ഭക്ഷണം ഭക്ഷ്യയോഗ്യമാണോ, അത് എടുത്ത് കളയേണ്ടതാണോ, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് മാറ്റിയിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ ടെമ്പറേച്ചർ റെക്കോർഡ് സൂക്ഷിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ഭക്ഷ്യ സുരക്ഷാ ഉദ്യോഗസ്ഥരും റാൻഡമിലി നമുക്ക് പോലും അറിയാതെ എപ്പോൾ വേണമെങ്കിലും ചെക്ക് ചെയ്യപ്പെടാം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡോക്യുമെൻറ്റുകൾ നമ്മൾ
നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കിയാൽ തന്നെ അവർക്കറിയാൻ പറ്റും. അപ്പോൾ അത് കാരണം അങ്ങനെയുള്ള സാധ്യതകൾ വളരെ കുറയുകയും പിന്നീട് ഈ പ്രൊഡക്റ്റ് ഈ ശരിക്കുള്ള ഒരു ഷവർമ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ഇതിൻ്റെ കുക്കിംഗ് വളരെ അതിൻ്റെ കറക്റ്റ് പരിജ്ഞാനമുള്ളവർ, ഇത് പെട്ടെന്ന് ഏതെങ്കിലും ഭാഗം ഒരുപാട് കരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭക്ഷണത്തിൽ വരുന്നില്ല എന്ന പോലെ ഇത് വേകാത്ത ഭാഗം ഭക്ഷണത്തിൽ വരുന്നില്ലെന്ന് ഉറപ്പാക്കാവുന്ന അറിവുള്ളവരാണ് അവരൊക്കെ ഉണ്ടാക്കുക. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് അല്ലെങ്കിൽ ഇത് ഷവർമ ആർക്കായാലും ഒരു നൈഫ് വെച്ച് മുറിച്ചിട്ട് ചോപ്പ് ചെയ്ത് ഒരു ബ്രെഡിൽ മയനൈസുമായിട്ട് മടക്കി കൊടുക്കാൻ ഏതൊരു കൊച്ചുകുട്ടിക്കും പറ്റും. പക്ഷേ ഈ ചിക്കൻ്റെ വേവ് നമുക്കറിയാം, ഏറ്റവും അധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ചിക്കൻ, ഇപ്പോൾ ഒരുപക്ഷെ ബീഫ് മലയാളികളെ കഴിക്കുന്നത് അത് അണ്ടർ കുക്കായാലും അത്രമാത്രം അപകടകരമല്ല. അല്ലെങ്കിൽ പോർക്കും പന്നിയിറച്ചിയും കോഴിയിറച്ചിയാണ് ഈ വെന്തില്ലെങ്കിൽ ഏറ്റവും മനുഷ്യന് ഹാനികരമാണെന്ന് നമുക്കറിയാം. ആ രീതിയിൽ ഇതിൻ്റെ ഒരു വേവ്, അതിൻ്റെ ഒരു പരിജ്ഞാനം. അപ്പോൾ കേരളത്തിലേക്ക് ഇത് എത്തുമ്പോൾ നമ്മുടെ നാട്ടിലെത്തുന്ന ഈ കോഴി അല്ലെങ്കിൽ ഈ മീറ്റ് എവിടെ കട്ട് ചെയ്യുന്നു, അത് എന്തുമാത്രം സുരക്ഷിതമായ സ്ഥലത്താണ് അത് കട്ട് ചെയ്തിട്ട് എങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നു, അത് സൂക്ഷിക്കാതെ എത്ര മണിക്കൂറിന് ശേഷം ട്രാവൽ ചെയ്ത് മറ്റൊരു കടയിലേക്ക് എത്തുന്നു, അവിടെ കൊണ്ടുവന്നിട്ട് അവിടെയും ഈ നോർമൽ ടെമ്പറേച്ചറിൽ ഈ ഒരു ബാക്ടീരിയ അണുബാധ ഇങ്ങനെ പെരുകി മനുഷ്യന് അപകടകരമാവുന്ന രീതിയിൽ അണുബാധയേറ്റ ഒരു മാംസമാണോ വരുന്നത്. അല്ലെങ്കിൽ അതിനോടൊപ്പം നമുക്ക് എല്ലാവരും അതിനോടൊപ്പം പറയുന്നുണ്ട് മയനൈസ് എന്നൊക്കെ പറയും. അപ്പോൾ എന്തൊരു സംഭവം മുട്ടയൊക്കെ ചേർന്ന് അല്ലെങ്കിൽ വളരെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം ഒരു 4 ഡിഗ്രിയിൽ താഴെയാണ് സൂക്ഷിക്കേണ്ടത്. അപ്പോൾ 4 ഡിഗ്രി സൂക്ഷിച്ച സാധനം പോലും ഒരു മണിക്കൂർ വെളിയിൽ വന്ന് ഒരു ടേക്ക് അവേ അല്ലെങ്കിൽ നിങ്ങളിത് വാങ്ങിക്കൊണ്ട് പോയി പല ടെമ്പറേച്ചർ കഴിഞ്ഞ് വീട്ടിലെത്തി വീണ്ടും ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിക്കുമ്പോഴായാലും ഇതൊക്കെ അപകടമുള്ളതാണ്. അപ്പോൾ ഈ ഭക്ഷ്യ സുരക്ഷയെക്കുറിച്ചുള്ള ബോധവൽക്കരണം ഭക്ഷണം ഉണ്ടാക്കുന്നവരും അല്ലെങ്കിൽ ഭക്ഷണശാലകൾ നടത്തിക്കുന്നവരും ഈ ഭക്ഷണം കഴിക്കുന്നവരുടെ എല്ലാവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും നല്ലൊരു സമ്പ്രദായം, പുതിയൊരു സമ്പ്രദായം കേരളത്തിലേക്ക് വരികയും അത് പഞ്ചായത്ത് തലത്തിൽ നിന്ന്, കാരണം ഭക്ഷണം ഗ്രാമപ്രദേശത്തും ഇന്ന് ഇതെല്ലാം ലഭ്യമാണ്, നഗരങ്ങളിലും ലഭ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയൊരു നഗരത്തിൽ മാത്രം ഒതുക്കേണ്ട കാര്യമല്ല, എല്ലാ പഞ്ചായത്ത് തലത്തിൽ ഇതിൻ്റെ ഒരു സുരക്ഷിതത്വ ബോധം ഭക്ഷ്യസുരക്ഷ എല്ലാവരുടെയും അവകാശമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു കാര്യം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു പ്രശ്നമുണ്ടായപ്പോൾ ഇതിനെല്ലാം അടച്ചു പൂട്ടാം, അല്ലെങ്കിൽ കുറേ റെയ്ഡ് ചെയ്ത് ഇവരെല്ലാം അടച്ചു പൂട്ടിയാൽ ഈ പ്രശ്നം തീരുന്നില്ല. ഇതിൻ്റെ ഒരു റൂട്ട് കോസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതെവിടെ നിന്ന് വരുന്നു, ഇതെങ്ങനെ ഇത് മറ്റൊരിടത്ത് സുരക്ഷിതമായിട്ട് എത്തുന്നു എന്നൊരു കാര്യത്തിൽ നല്ലൊരു നിയമനിർമ്മാണവും അത് എല്ലാവരും പാലിക്കപ്പെടുമെന്ന് സമൂഹം ഉൾപ്പെടെ നടത്തിപ്പുകാർ ഉൾപ്പെടെ പാലിച്ചാൽ ഇത് തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനൊരു അപകടം കേരളത്തിൽ ഉണ്ടാവില്ലെന്ന് ഉറപ്പിക്കാൻ പറ്റും.